ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല കൊണ്ടിട്ടുണ്ട്. അത് ഇത്രയും വെച്ച് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അത് ഞാൻ രാവിലെ എടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. രാവിലെ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാണ്. നമ്മളങ്ങനെ പിന്നീട് ഫ്രൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്നില്ല, കുക്ക് ചെയ്യുന്നില്ല ചിക്കൻ. അതുകൊണ്ട് ആദ്യമേ ഇതിൽ തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ചിക്കൻ നന്നായിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും കേട്ടോ. ഞാനിതൊന്ന് തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം, പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതാ ഇത്ര പീസസേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണേ. അപ്പോൾ ഞാനിതാ ഇവിടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബ്ലാക്ക് പെപ്പർ എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട്. ആ സവാള ഒന്ന് വരണ്ട് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. തക്കാളി ഇതാ കണ്ടോ, നീളത്തിലരിഞ്ഞ തക്കാളിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് അതിലൊന്ന് ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതാ കണ്ടോ, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അതിലിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതും കൂടി ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. കണ്ടോ, അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. കണ്ടോ, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ഇട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഒരുപാട് മുളക് പൊടി ആയാലും ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് പോവും. അതുകൊണ്ട് ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. ഇത്ര മസാലാസ് ചേർക്കുന്നുള്ളൂ. ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. കണ്ടോ, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവേ. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇത് വേവിച്ച ചിക്കൻ അല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതല്ല. പക്ഷെ നമുക്കൊന്ന് കുറച്ച് ഗ്രേവി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് നല്ല സോട്ടായി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 7 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് വേവിക്കുകയാണേ. അത് ലോ ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ടേ. കണ്ടോ, കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടിയാണ് ചേർക്കുന്നത്. ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെപ്പർ അതെല്ലാം കൂടി ഒന്ന് ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അരി എന്ന് പറയുന്നത് ഞാനിവിടെ കൈമ റൈസ്, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. നീളത്തിലുള്ള ബസ്മതി റൈസ് ആണെങ്കിൽ അതും എടുക്കാം. പക്ഷേ ഇതിനാണ് ഒരു പ്രത്യേക മണം വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടി കുറച്ച് ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തത്. പക്ഷേ ക്യാരറ്റ് നിങ്ങൾക്ക് ബീൻസ് അതൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എല്ലാം എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിനാവശ്യമായിട്ടുള്ള, നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നില്ലായിരിക്കും, അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് തന്നെ ചേർക്കണം. ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാവേ. നല്ല ഡ്രൈ ആവുന്നത് വരെ, ഒരുപാട് ഡ്രൈ ആവരുത്, കരിഞ്ഞു പോകരുത്, എന്നാലും കുറച്ച് വരട്ടിയെടുക്കാം. അരി ഒരു 10 മിനിറ്റ് വരെ വരട്ടാം കേട്ടോ, ലോ ഫ്ലെയിമിൽ. നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, അങ്ങനെയാണ്. അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത്. എടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാവേ. നാരങ്ങ നീരും കൂടി ചേർക്കണം. നാരങ്ങ നീര് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ.
ഇപ്പോൾ ദാ ചിക്കൻ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിലിരുന്ന് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടാകുന്നുള്ളൂ, അതിന് കുറച്ച് ഇടുകയാണ്. കുറച്ച് നമുക്ക് ബിരിയാണിയിലും ചേർക്കണം. ഞാൻ ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. പക്ഷെ നന്നായിട്ട് ഇതൊക്കെ നല്ല എമൗണ്ടിൽ മല്ലിയിലൊക്കെ നല്ല എമൗണ്ടിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇത് ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി വെന്തോന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് അരിയിൽ ഇനിയും വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വീണ്ടും വെയിറ്റ് ചെയ്യാം. അതവിടെ ആയിക്കോളൂ. നമുക്കിവിടെ ദമ്മിടാനുള്ള പ്രോസസ്സ് തുടങ്ങാം. ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂനട്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ചിക്കൻ പീസസ് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചിക്കൻ എടുക്കുമ്പോൾ ബിരിയാണി ഇത് സെർവ് ചെയ്യുമ്പോൾ അത് ചിക്കൻ പീസസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ പീസസ് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഞാൻ അത് ഉള്ളതനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാവേ. റൈസ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലെയറേ ചെയ്യുന്നുള്ളൂ കേട്ടോ, കാരണം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് 2 ലെയറായിട്ടൊക്കെ ചെയ്യാവേ. ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്ന് അത് ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങളൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മല്ലിയില, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, റൈസിൻസ്, കാഷ്യൂനട്ട് എല്ലാം ചേർത്ത് കൊടുക്കാവേ. എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ദം ചെയ്യണം കേട്ടോ. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ദം ചെയ്താൽ മതി, പക്ഷേ ഒന്ന് അടച്ചു വെച്ചാലും മതി. പക്ഷെ നമുക്ക് ദം ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ആവിയായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനത് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ എടുത്ത് വയ്ക്കുന്ന പാൻ അടി കട്ടിയില്ലാത്തതാണെങ്കിൽ ഒരു പാൻ എന്തെങ്കിലും അടിയിൽ വച്ചതിന് ശേഷം ഇടുക കേട്ടോ, ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ടും പെട്ടെന്ന്, ഞാൻ കണ്ടില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ഈ ഫ്രൈഡ് ഓണിയനൊക്കെ ചേർക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്താൽ നല്ല മണം വരും, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ സെർവ് ചെയ്യാണ്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പിക്കിളും സാലഡും ഒക്കെ യൂസ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയണേ. എന്നിട്ട് താങ്ക് യു.